എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിന് പിന്നിലെ യഥാർത്ഥ കാരണം? നിങ്ങൾ വിശ്വസിക്കുന്നത് ഉക്രൈനിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണോ, അതോ റഷ്യൻ അധിനിവേശമാണോ? രണ്ടുമാവാം. പക്ഷെ ഈ യുദ്ധം തുടങ്ങിയത് ഒരാൾക്ക് സ്വന്തം കുടുംബത്തിന്റെ അഴിമതി കഥകൾ ലോകമറിയാതെ മൂടിവെക്കാനായിരുന്നുവെങ്കിലോ? ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധി ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന സത്യം റഷ്യൻ പക്ഷത്തു നിന്നും ഉയരുമ്പോൾ പാശ്ചാത്യ ലോകം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഞെട്ടരുത്, നമ്മൾ സംസാരിക്കുന്നത് ജോ ബൈഡനെ കുറിച്ചാണ്. ഉക്രൈൻ സംഘർഷം അത് വെറുമൊരു യുദ്ധമല്ല, അത് പാശ്ചാത്യ കപടതയുടെ നേർക്കാഴ്ചയാണ്. അമേരിക്കയുടെ യുദ്ധക്കൊതി, ബൈഡന്റെ കഴിവുകേട്, ഒപ്പം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ട്രംപിന്റെ കുതന്ത്രങ്ങൾ, ഇതെല്ലാം ചേർന്ന് എങ്ങനെയാണ് ലോകത്തെ ഈ ദുരിതത്തിലേക്ക് തള്ളിവിട്ടതെന്ന് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോവുകയാണ്. സത്യം നിങ്ങൾ അറിയണം. ക്രൈംലിൻ നിക്ഷേപ സഹായിയായി കിറിൽ ദിമിത്രിവ് എക്സിലൂടെ ഉന്നയിച്ച ആരോപണം അന്താരാഷ്ട്ര ബന്ധങ്ങളെ തന്നെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു. ഉക്രൈൻ സംഘർഷത്തിന് പിന്നിൽ ജോ ബൈഡന്റെ കുടുംബത്തിന്റെ വിവാദപരമായ സാമ്പത്തിക ഇടപാടുകൾ മറച്ചുവെക്കാനുള്ള വ്യക്തിപരമായ അഴിമതി താല്പര്യങ്ങളായിരുന്നു. ഇതിനെ വെറും റഷ്യൻ പ്രചാരണമായി തള്ളിക്കളയാൻ വരട്ടെ, ഈ ആരോപണത്തിന് പിന്നിൽ വ്യക്തമായ സൂചനകളുണ്ട്. ബൈഡന്റെ മകനായ ഹണ്ടർ ബൈഡന് ഉക്രൈൻ ഗ്യാസ് കമ്പനിയായ ബുരിസ്മയുമായി ദീർഘകാല ബന്ധമുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് ആയിരിക്കെ ബൈഡൻ തന്നെ ഈ ബന്ധങ്ങൾക്ക് മൗനാനുവാദം നൽകി. ഡയറക്ടർ ബോർഡിൽ ഇരുന്നതിന് ഹണ്ടറിന് ലഭിച്ചത് ലക്ഷക്കണക്കിന് ഡോളറാണ്. സ്വന്തം കുടുംബം ഒരു വിദേശ രാജ്യത്തെ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും അനധികൃതമായി ലാഭം കൊയ്യുമ്പോൾ അന്നത്തെ വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യുകയായിരുന്നു? തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ ലാഭം ഉറപ്പാക്കുകയായിരുന്നില്ലേ? ഇവിടെയാണ് CIA രേഖകളും ദ ബിഗ് ഗൈ വിവാദവും പ്രസക്തമാവുന്നത്. നേരത്തെ CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് പരസ്യപ്പെടുത്തിയ ചില രേഖകൾ ദിമിത്രിവിന്റെ ആരോപണങ്ങൾക്ക് ശക്തി നൽകുന്നു. 2016 തന്റെ കുടുംബത്തിന്റെ ഉക്രൈനിലെ ബിസിനസ് ഇടപാടുകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് CIAയോട് ആവശ്യപ്പെട്ട് മറച്ചു വെപ്പിക്കാൻ അന്നത്തെ വൈസ് പ്രസിഡന്റ് ബൈഡൻ ശ്രമിച്ചുവെന്ന് ഈ രേഖകളിലെ ഇമെയിലുകൾ സൂചിപ്പിക്കുന്നു. ഈ നീക്കം എന്തിനെയാണ് ഭയക്കുന്നത്? സത്യം പുറത്തു വരുന്നതിനെ, തന്റെ കുടുംബത്തിന്റെ അഴിമതി പുറത്തു വന്നാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ബൈഡൻ ഭയപ്പെട്ടു. കൂടുതൽ ഞെട്ടിക്കുന്നതാണ് ദ ബിഗ് ഗൈ വിവാദം. 2019 ഹണ്ടർ ബൈഡൻ ഡെലിവറിയിലെ ഒരു റിപ്പയർ ഷോപ്പിൽ മറന്നുവെച്ച ലാപ്ടോപ്പിലെ വിവരങ്ങൾ അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ 10% ദി ബിഗ് ഗൈക്ക് നൽകിയിരുന്നു എന്ന് വെളിപ്പെടുത്തി. ഈ ബിഗ് ഗൈ ജോ ബൈഡൻ അല്ലാതെ മറ്റാരുമല്ലെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക നേട്ടത്തിനായി ഒരു വിദേശ രാജ്യത്തെ രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിന് ഇതെല്ലാം ശക്തി പകരുന്നു. വ്യക്തിപരമായ അഴിമതി താല്പര്യങ്ങൾക്ക് പുറമെ ജോ ബൈഡന്റെ ഭരണകാലം കഴിവുകേടിന്റെ പര്യായമായിരുന്നു. ഉക്രൈൻ വിഷയത്തിൽ ബൈഡൻ സ്വീകരിച്ച നിലപാടുകൾ അമേരിക്കയെയും ലോകത്തെയും നാണക്കേടിലേക്ക് തള്ളിവിട്ടു. റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള നാറ്റോയുടെ ഒരു നിഴൽ യുദ്ധമാണ് ഈ സംഘർഷത്തെ റഷ്യ സ്ഥിരമായി വിശേഷിപ്പിക്കുന്നത്. ബൈഡൻ ഭരണകൂടം ചെയ്തത് റഷ്യയുടെ ഈ ആരോപണങ്ങൾക്ക് വളമിടുകയാണ്. പാശ്ചാത്യ ആയുധങ്ങൾ വാരിക്കോരി നൽകി ഉക്രൈനെ മുൻനിരയിൽ നിർത്തി റഷ്യയെ പ്രകോപിപ്പിച്ചു. ഇത് സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നില്ല, മറിച്ച് യുദ്ധക്കൊതിയെ പ്രോത്സാഹിപ്പിക്കലായിരുന്നു. ഫലമോ, ബൈഡൻ അമേരിക്ക റഷ്യ ബന്ധം വിച്ഛേദിച്ചു. ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ബന്ധങ്ങളെ കൂപ്പുകുത്തിച്ചു. കഴിവുള്ള ഒരു നയതന്ത്രത്തിന്റെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കും. എന്നാൽ ബൈഡൻ ചെയ്തത് എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നതായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ പിൻവലിച്ച രീതി ബൈഡന്റെ കഴിവുകേടിന്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവാണ്. അവമതികരമായ, അരാജകത്വപൂർണമായ ആ പിന്മാറ്റം ലോകവേദിയിൽ അമേരിക്കയെ പരിഹാസ കഥാപാത്രമാക്കി. ഉക്രൈൻ വിഷയത്തിലും ബൈഡൻ അതേ കഴിവുകേട് ആവർത്തിച്ചു. റഷ്യൻ ആക്രമണ സാധ്യതകൾ മുന്നിൽ കണ്ടിട്ടും ബൈഡൻ ഭരണകൂടം ഫലപ്രദമായ പ്രതിരോധ നയതന്ത്രം സ്വീകരിച്ചില്ല. ഇവിടെയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമാകുന്നത്. അവർ ലോകത്തോട് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്നു, ജനാധിപത്യ സംരക്ഷണത്തെക്കുറിച്ച് വാചാലരാകുന്നു. എന്നാൽ അവരുടെ മുൻ നേതാവ് ജോ ബൈഡൻ സ്വന്തം കുടുംബത്തിന്റെ അഴിമതി ഇടപാടുകൾ മറച്ചുവെക്കാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര സംഘർഷത്തിന് പ്രോത്സാഹനം നൽകിയെന്ന ക്രൈംലിന്റെ ആരോപണം പാശ്ചാത്യരുടെ എല്ലാ ധാർമ്മിക പ്രസംഗങ്ങളെയും തകർത്തെറിയുന്നു. ഒരു യുദ്ധത്തെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഉപകരണമാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം അമേരിക്കൻ ജനാധിപത്യത്തിന്റെ മുഖത്തേറ്റ കറുത്ത പാടാണ്. ബൈഡന്റെ കഴിവുകേടിനും യുദ്ധക്കൊതിക്കും ശേഷം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നു. ട്രംപ് റഷ്യയുമായി നയതന്ത്ര ബന്ധം പുതുക്കാൻ നീങ്ങുന്നത് ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകി എന്നത് സത്യമാണ്. 2022 ഓഗസ്റ്റ് 15 ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അലാസ്കയിലെ ആങ്കവേറിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ച റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. ഈ ചർച്ചകൾ വഴിത്തിരികാവുമെന്ന് ഇരു നേതാക്കളും പ്രശംസിച്ചു. പക്ഷെ ഇവിടെയാണ് ട്രംപിന്റെ കുതന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. ട്രംപിന്റെ സമാധാന നീക്കങ്ങൾ നിരുപാധികമായ സമാധാനമായിരുന്നില്ല. ഉച്ചകോടിയിൽ ട്രംപ് ഒരു കാര്യം വ്യക്തമാക്കി: ഒത്തുതീർപ്പ് നടക്കണമെങ്കിൽ ഉക്രൈൻ പ്രദേശങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇതൊരു സമാധാന വാഗ്ദാനമല്ല, മറിച്ച് റഷ്യയുടെ അധിനിവേശത്തെ നിയമപരമായി അംഗീകരിക്കാനുള്ള ഒരു വഴിയൊരുക്കലാണ്. ട്രംപിന്റെ ഈ നിലപാട് അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ മറ്റൊരു മുഖമാണ്.
മാത്രമാണ്. ഉക്രൈനെ ബലിയാടാക്കി റഷ്യയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുകയും അതുവഴി ആഗോള രാഷ്ട്രീയത്തിൽ തനിക്ക് പുതിയ മേധാവിത്വം ഉറപ്പിക്കാനുമാണ് ട്രംപിന്റെ ശ്രമം. സമാധാനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ ട്രംപ് ഇതിന് പിന്നിൽ ഒളിപ്പിച്ചത് രാഷ്ട്രീയമായ നേട്ടങ്ങളാണ്. ഉക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി ഈ ഉപാധി വ്യക്തമായി നിരസിച്ചതിൽ തെറ്റ് പറയാനില്ല. ഒരു പരമാധികാര രാജ്യത്തോട് അതിന്റെ ഭൂപ്രദേശം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് ഒരുതരം നയതന്ത്രപരമായ ഭീഷണിയാണ്. ട്രംപിന്റെ ഈ നീക്കങ്ങൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ബൈഡന്റെ യുദ്ധക്കൊതി പോലെ തന്നെ വിനാശകരമാണ്. ഒരാൾ യുദ്ധം പ്രോത്സാഹിപ്പിച്ചു, മറ്റൊരാൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തുകൊണ്ട് സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലെ നടിക്കുന്നു. രണ്ടിന്റെയും അന്തിമ ഫലം ഉക്രൈന് ദോഷകരമാണ്. ജോ ബൈഡൻ എന്ന മുൻ അമേരിക്കൻ നേതാവ് തന്റെ കുടുംബത്തിന്റെ അഴിമതി ഇടപാടുകൾ മറച്ചുവെക്കാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര സംഘർഷത്തിന് പ്രോത്സാഹനം നൽകിയെന്ന ക്രൈംലിൻ സഹായിയുടെ ആരോപണം അതീവ ഗൗരവകരമാണ്. സത്യം പുറത്തു കൊണ്ടുവരാനും നീതി നടപ്പാക്കാനും റഷ്യയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നത് ഈ നിഴൽ ഇടപാടുകളാണ്. ഉക്രൈനിലെ യുദ്ധക്കൊതിക്ക് പിന്നിലെ ബൈഡന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന ചോദ്യം ലോകം ചോദിച്ചുകൊണ്ടേയിരിക്കും. പാശ്ചാത്യ കപടത ഒരിക്കൽ കൂടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അവർ സംസാരിക്കുന്ന ധാർമ്മികതയുടെ പിന്നാമ്പുറങ്ങളിൽ വ്യക്തിപരമായ നേട്ടങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ട്രംപിന്റെയും പുടിന്റെയും പുതിയ സമാധാന ശ്രമങ്ങൾ തുടരുമ്പോൾ നമ്മൾ ഈ സത്യങ്ങൾ മറക്കരുത്. ലോകമെമ്പാടുമുള്ള സാധാരണക്കാർ ചോദിക്കേണ്ട ചോദ്യമാണിത്. ഈ മുൻ അമേരിക്കൻ നേതാവിന്റെ സ്വകാര്യ നേട്ടങ്ങൾക്കായി ലോകം ഈ യുദ്ധത്തിന്റെ വില നൽകേണ്ടതുണ്ടോ? നീതി നടപ്പാക്കണം, സത്യം പുറത്തു വരണം. ലോകം ഈ കളി കണ്ട് മടുത്തിരിക്കുന്നു. ഈ വിഷയം നിങ്ങൾക്ക് കൂടുതൽ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അറിയാനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.